ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 88 ശ്ലോകം 1-2 സന്താനഗോപാലം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. ഏവാചാര്യപുത്രാകൃതി നിശമനയാസീയഷ്ടസൂനുവിക്ഷാം കാംക്ഷന്ത്യാമാതുരുക്ത്വാ സുതലവിബലിം പ്രാപ്യ തേനാർപ്പിതാം സ്തും ധാതൂഷാപാൻ ഹിരണ്യാന്വിത കശിവൂ ഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദർശ്യ സ്വപദം അനയാതപൂർവ പുത്രാൻ മരീജേ. അന്വയം അർത്ഥം. ആചാര്യപുത്ര കൃതി നിശമനയ, ഗുരുവിൻ്റെ മരിച്ച പുത്രനെ കൊണ്ടുവന്നു കൊടുത്തു എന്ന് വാർത്ത കേട്ട് പ്രാഗ്യവ മുമ്പ് തന്നെ ശ്രീയഷ്ടസൂനു വീക്ഷാം, കംസൻ കൊന്ന തൻ്റെ 6 പുത്രന്മാരെ കാണുന്നതിന് കാംക്ഷന്യാഹ ആഗ്രഹിക്കുന്നവളായ മാതാവിൻ്റെ ഉക്ത്യ വാക്കനുസരിച്ച് തും അവിടുന്ന് സുതലഭുവി സുതലലോകത്തിൽ മഹാബലിയെ പ്രാപിച്ചിട്ട് തേന അവനാൽ അർച്ചിത പൂജിതനായി ധാതു ബ്രഹ്മാവിൻ്റെ ശാപത്താൽ ഹിരണ്യാനിത കശിവു ഭവാൻ ഹിരണ്യകശിപുവിൽ നിന്ന് ജനിച്ചവരും ശൗര്യജാൻ പിന്നീട് വസുദേവപുത്രനായി ജനിച്ചവരും കംസഭഗ്നാൻ കംസനെ കൊന്നവരും മരീചക മരീചിയുടെ പൂർവപുത്രന്മാരായിരുന്നവരുമായ ഏനാൻ ഇവരെ ആനീയ കൊണ്ടുവന്നു പ്രദർശ്യ കാണിച്ചു കൊടുത്തു സ്വപദം സ്വസ്ഥാനത്തെ അനയതാഹ കൊണ്ടുപോയി. ഹരിവു. സാരം. അവിടുന്ന് ഗുരുവിൻ്റെ മരിച്ച പുത്രനെ കൊണ്ടുവന്ന് ഗുരുവിന് കൊടുത്തത് കേട്ട് ദേവകി മുമ്പ് തൻ്റെ വധിക്കപ്പെട്ട 6 പുത്രന്മാരെയും കാണുന്നതിനാഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം അറിഞ്ഞ ഭഗവാൻ പാതാളത്തിൽ ചെന്ന് മഹാബലിയെ കണ്ട് പൂജിതനായി. ആദ്യം മരീചിയുടെയും പിന്നെ ബ്രഹ്മശാപം നിമിത്തം ഹിരണ്യകശിപുവിൻ്റെയും പിന്നീട് മായ കൊണ്ട് വസുദേവൻ്റെയും പുത്രന്മാരായി ജനിച്ച കംസനാൽ വധിക്കപ്പെട്ടവരായ ഇവരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവരെ തിരികെ ദേവലോകത്തിൽ തന്നെ അയച്ചു. ഹരിവോ. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. ശ്രുതുദേവൈതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശം നൃപതിം ച ഭക്തിപൂർണം യുഗവത്വാമനുഗ്രഹീതുകാമോ മിഥിലാം പ്രാപിത താപസൈ സമേതഃ. അന്വയം അർത്ഥം. ശ്രുതദേവ ഇതി ശ്രുതദേവൻ എന്ന് ശ്രുതം പ്രസിദ്ധനായ ദ്വിജേന്ദ്രം ബ്രാഹ്മണശ്രേഷ്ഠനെയും ഭക്തിപൂർണം പൂർണ്ണഭക്തനും നൃപതി രാജാവുമായ ബഹുലാശനെയും യുഗപൻ ഒന്നിച്ച് അനുഗ്രഹീതുകാമ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവനായി ത്വം അവിടുന്ന് താപസന്മാരോടെ സമേത കൂടി മിഥിലാപുരിയെ പ്രാപിച്ചു. ഹരിവ. സാരം. മിഥിലയിൽ ശ്രുതദേവൻ എന്നു പ്രസിദ്ധനായ ബ്രാഹ്മണനെയും ഭക്തനായ രാജാവ് ബഹുലാശനെയും ഒരുമിച്ച് തന്നെ അനുഗ്രഹിക്കാൻ ഭഗവാൻ നാരദൻ വാമദേവൻ തുടങ്ങിയ മുനിമാരൊന്നിച്ച് മിഥിലയിലേക്ക് പുറപ്പെട്ടു. ഹരിവോ. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 88 ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. ഗച്ഛന്തി മൂർത്തിം ഉഭയോ യുഗപത്നികേദം ഏകേന ഭൂരി വിഭവൈർ വിഹിതോപചാരക അന്യേന തദ്ദിന ഹൃദൈശ്ച ഫലൗദനാദ്യൈ തുല്യം പ്രസേദിത ദദാദാച്ച മുക്തിമാഭ്യാം. അന്വയം അർത്ഥം. ദിമൂർത്തി രണ്ടു ശരീരമെടുത്ത്, ഉഭയോ രണ്ടുപേരുടെയും, നികേതം ഗൃഹത്തെ, യുഗപൻ ഒരേ സമയം, ഗച്ഛൻ ചെന്നിട്ട്, ഏകേന ഒരുവനാൽ, ഭൂരി വിഭവൈർ വളരെ വിഭവങ്ങൾ കൊണ്ട്, അന്യേന മറ്റവനാൽ, തദ്ദിനവൃത്തി അന്നു ശേഖരിച്ചവ കൊണ്ട്, വിഹിതോപചാരക ഉപചാരം ചെയ്യപ്പെട്ടവനായി, ആഭ്യാം ഇവരോടായിക്കൊണ്ട്, തുല്യം ഒന്നുപോലെ, പ്രസേദിത പ്രസാദിച്ചു, മുക്തി മുക്തിയെ, ദദാദ ച നൽകുകയും ചെയ്തു. ഹരി ഓം. സാരം: ഭഗവാൻ രണ്ടു ശരീരമെടുത്തു മുനിമാരോടുകൂടി മിഥിലയിൽ ശ്രുതദേവന്റെയും ബഹുലാശ്വന്റെയും ഗൃഹത്തിൽ ഒരേ സമയം ചെന്നു. ഒരാൾ വിഭവസമൃദ്ധമായ സ്വീകരണം നൽകി, മറ്റേയാൾ അന്നു ശേഖരിച്ച ഫലങ്ങൾ കൊണ്ട് ഭഗവാനെ സത്കരിച്ചു. രണ്ടുപേരിലും ഒന്നുപോലെ ഭഗവാൻ പ്രസാദിക്കുകയും രണ്ടുപേർക്കും മോക്ഷം കൊടുക്കുകയും ചെയ്തു. ഹരി ഓം. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ഭൂയോ ദദാരവത്യാം ദ്വിജ തനയമൃതിം തം പ്രലാപാനവിത്വം കോ വാ ദൈവം നിരുന്ധ്യാദിതി കില കഥയൻ വിശ്വോടാപ്യസോടാഹാം ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജധിയാ കുണ്ഠിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിദാതും പരമനമപദ പ്രേക്ഷണേനേതി മന്യേ. അന്വയം അർത്ഥം. അഥ അനന്തരം, ദ്വാരവത്യാം ദ്വാരകയിൽ, ഭുയക വീണ്ടും, ദ്വിജതനയ മൃതി ബ്രാഹ്മണകുമാരന്മാരുടെ മരണത്തെയും, ത്വർപ്ലാപാൻ ബ്രാഹ്മണന്റെ ദുഃഖഭാഷണങ്ങളും, കാവ ആരാണ്, ദൈവം വിധിയെ, നിരുന്ധ്യാ തടയുന്നത്, ഇതി എന്നിപ്രകാരം, കഥയൻ പറയുന്നവനായി, ത്വം അങ്ങ്, വിശ്വവോട അവി വിശ്വമെല്ലാം ഭരിക്കുന്നവനാണെങ്കിലും, അസോട കില കേട്ട് മിണ്ടാതിരുന്നു, ജിഷ്ണോ അർജുനന്റെ, ഗർവം അഹങ്കാരം, വിനേതും മാറ്റുന്നതിനെ, ത്വയി അങ്ങയാൽ, മനുജതിയ മനുഷ്യനാണെന്ന വിചാരം കൊണ്ട്, കുണ്ഠിതാം പ്രകടമാകാതിരുന്ന, അസ്യ ഈ അർജുനന്റെ, ബുദ്ധിം ച ബുദ്ധിയെയും, പരമനമപദ പ്രേക്ഷണേന മഹത്തരമായ വൈകുണ്ഠത്തിന്റെ കാഴ്ച കൊണ്ടും, തത്വാരൂഢാം വിധാതും തത്വബോധമുള്ളവനാക്കി തീർക്കുന്നതിന് ഉതകുന്ന, ഇതി എന്ന് മന്യേ ഞാൻ വിചാരിക്കുന്നു. ഹരി ഓം. സാരം: അനന്തരം ദ്വാരകാപുരിയിൽ ഭഗവാൻ കഴിയുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ഒരു ബ്രാഹ്മണൻ പ്രസവിച്ചാൽ ഉടനെ തൻ്റെ പുത്രന്മാർ മരിക്കുന്നു എന്ന് ഭഗവാനെ വന്നറിയിച്ചു. അവിടുന്ന് സർവപ്രപഞ്ചത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ആളായിട്ടും ബ്രാഹ്മണന്റെ ദുഃഖം ഒഴിവാക്കാൻ തയ്യാറാവാതെ അത് കേട്ട് സഹിച്ചുകൊണ്ടിരുന്നു. അർജുനന്റെ താൻ ആരെയും കൊല്ലാൻ കഴിയുന്നവനെന്ന അഹങ്കാരത്തെയും കൃഷ്ണൻ കേവല മനുഷ്യനെന്ന ചിന്തയെയും മാറ്റി ബുദ്ധിക്ക് വിവേകമുണ്ടാക്കി അഹങ്കാരം നശിപ്പിക്കുന്നതിനും വൈകുണ്ഠ ദർശനത്താൽ യഥാർത്ഥ ജ്ഞാനോദയം ഉണ്ടാക്കി കൊടുക്കുന്നതിനും വേണ്ടിയാണ് ഭഗവാന്റെ ഈ മിണ്ടാതിരിപ്പ് എന്ന് ഞാൻ കരുതുന്നു. ഹരി ഓം.